ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ലൊരു അരിയുണ്ടയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പേ എല്ലാ പേരും ഒരേപോലെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നാടൻ സ്നാക്സ് ഐറ്റമാണ്. നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ പച്ചരി 4 മണിക്കൂർ കുതിർത്തിട്ട് പൊടിച്ചെടുത്തതാണ്. നമ്മൾ അരി പൊടിക്കുന്നത് പുട്ടിനൊക്കെ പൊടിക്കുന്ന അതേ രീതിയിലാണ്. എന്നാലും അത്രയും തരി വേണ്ട, ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുക്കണം. 7 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് 5 കപ്പ് തിരുമിയ തേങ്ങയും ചേർക്കണം. അരിപ്പൊടിയും തേങ്ങയും എല്ലാം ഒരേ കപ്പിലാണ് അളന്നെടുത്തത്. 150 ഗ്രാം മെഷർ കപ്പ്. ഇതിന് അവലോസുണ്ട എന്നും പറയാറുണ്ട്. ഇത് വെള്ള നിറത്തിലുള്ള അവലോസുണ്ടയാണ്. ഇതിന് പകരം നമ്മൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അത് ബ്രൗൺ നിറത്തിലാകും. പക്ഷേ ശർക്കര ചേർക്കുന്നതിനേക്കാൾ ഇത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. മധുരമുള്ളതായതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ബാലൻസ് ആവുകയുള്ളൂ. ഇതിനോടൊപ്പം 1 ടീസ്പൂൺ ചെറുതായി ക്രഷ് ചെയ്ത ജീരകവും, ചുക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്താലും നന്നായിരിക്കും. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കണം. നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വറുത്തെടുക്കാം. 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ സമയമെടുക്കും. ഇത് കുറച്ചൊരു യെല്ലോയിഷ് കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഇതേ രീതിയിൽ നമ്മളത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ലോ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഈ സമയം ഫ്ലേവറിനായി ഒരു 12 ഏലക്ക ഇതേപോലെ ഒന്ന് ചെറുതായി ചതച്ച് ചേർക്കാം. എന്നിട്ട് അതൊന്ന് നല്ല മിക്സാക്കി എടുക്കണം. ഇപ്പോൾ കളറൊന്ന് ചെറുതായി ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്, റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷമാണ് ഉരുളയാക്കേണ്ടത്. നമുക്ക് പാൻ വെച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. 1.5 കപ്പ് അളവിലാണ് ഷുഗർ എടുത്തത്. അതിലേക്ക് 3/4 കപ്പ് അളവിൽ വെള്ളം ചേർക്കണം, അതിൻ്റെ നേർ പകുതി. ഷുഗർ സിറപ്പ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതിയാകും. നമ്മൾ 7 കപ്പ് റൈസ് പൗഡറും 5 കപ്പ് തേങ്ങയും അത്രയും ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എക്സ്ട്രാ കുറച്ചുകൂടെ ഷുഗർ സിറപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ റെഡിയാക്കി എടുത്താൽ മതിയാകും. മധുരം കുറഞ്ഞ അളവിലാണെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ മതിയാകും. ഇപ്പോൾ ഏകദേശം അത് നൂൽപ്പരുവമായി വരുന്നുണ്ട്. അതിൻ്റെ പത ഇങ്ങനെ ഒന്ന് നല്ല ക്ലിയർ ആവണം, അപ്പോഴേ അത് റെഡിയാവുള്ളൂ. ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതേ രീതിയിൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചെറുതായി തണുത്തതിന് ശേഷമാണ് നമുക്ക് ഉരുളയാക്കേണ്ടത്. നമ്മൾ ഈ വറുത്തെടുത്ത പൊടിയിൽ നിന്ന് ഒരു 2 തവി പൊടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഫൈൻ പൗഡറാക്കി എടുക്കണം. അത് നമ്മളിങ്ങനെ ഉരുളകളാക്കുമ്പോൾ അത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇതിനു മുന്നേ കുറേയേറെ സ്നാക്സ് ഐറ്റത്തിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അത് പൊടിച്ചെടുത്തു. ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് ഇടാം. ഇപ്പോൾ ആ വറുത്ത പൊടി ചെറുതായി ഒന്ന് തണുത്തു. ഈ സമയം നമുക്കതൊരു വലിയ പാത്രത്തിൽ ഇട്ടിട്ട് അതിങ്ങനെ ഉരുളകളാക്കി എടുക്കാം. ഇനി നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതേപോലെ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂട് വേണം ഈ ഷുഗർ സിറപ്പിന്, എന്നാലേ നമ്മൾ ഇങ്ങനെ ഉരുളകളാക്കാൻ അത് എളുപ്പമാവും. അങ്ങനെ ആയാൽ നമ്മളിത് ഓരോ ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇങ്ങനെ ഒരെണ്ണം വീതം ഇങ്ങനെ ഉരുളകളാക്കാവുന്നതാണ്. അതിൻ്റെ അപ്പോൾ മധുരവും കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ആ പൊടിച്ച് വച്ചിരിക്കുന്ന പൊടിയിൽ അതൊന്നിങ്ങനെ കോട്ട് ചെയ്ത് എടുക്കണം. ഇതേ രീതിയിൽ. ഇത് നല്ല ഫൈൻ പൗഡർ ആയതുകൊണ്ട് അത് നല്ലവണ്ണം കോട്ടാവും. എന്നിട്ട് നമുക്കത് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി രണ്ടാമത്തതും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഇതേപോലെ ഉരുളകളാക്കി എടുക്കണം. ഈ അവലോസുണ്ട കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിച്ചു വെച്ചാൽ 1 മാസം വരെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഫ്രണ്ട്സ്, ഒരു തവണ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും നല്ല ടേസ്റ്റുള്ള അവലോസുണ്ടയാണിത്. കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും, അതുപോലെ മുതിർന്നവർക്കും. ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും.
വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ടീ, കോഫി അതല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഓടൊപ്പമൊക്കെ ഇത് സെറിയാവുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.